സാധാരണ കണ്ടംപററി ഡിസൈനിങ്ങിൽ കാണാറുള്ള വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ലൈനുകൾക്കും അപ്പുറം ഇൻക്ലൈൻ ലൈനുകളും പ്രതലങ്ങളും സമന്വയിപ്പിച്ച് ഡിസൈൻ ചെയ്ത വീട് ദ പ്രിസം. വശങ്ങളിലെ ചരിവും അകത്തേക്ക് മാക്സിമം ലൈറ്റ് കടത്തിവിട്ട് പല തലങ്ങളിലേക്ക് പ്രസരിപ്പിക്കുന്നതിനാൽ ഒരു പ്രിസത്തിന്റെ പ്രവർത്തനത്തെയും ഘടനയെയും കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ്. 52 സെന്റ് സ്ഥലത്ത് വെളുപ്പിന്റെ പരിശുദ്ധിയിൽ മിസ്റ്റർ റഹീമിനും ഫാമിലിക്കും വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു മോഡേൺ കോണ്ടംപററി ഹൗസ്. വെൽക്കം ടു പ്രിസം. I am architect PS Binoy, PSB Architects, Kochi. $52 cents വരുന്ന ഒരു റെക്ടാങ്കുലർ പ്ലോട്ട്. ദിസ് പ്ലോട്ട് ഈസ് മെത്തഡോളജിക്കലി സോൺ ഇൻ ടു 3 layers. റിയർ സോൺ പൂർണ്ണമായും വെജിറ്റബിൾ ഗാർഡൻസിനും ഫ്രൂട്ട് ട്രീസിനും മറ്റുമായി നീക്കിവെച്ചു. മിഡിൽ സോൺ ഫോർ ദ മെയിൻ ബിൽഡിംഗ്. ഫ്രണ്ട് സോൺ ഫോർ സോഫ്റ്റ് ലാൻഡ്സ്കേപ്പിംഗ്, വെഹിക്കിൾ പാർക്കിംഗ്, പാത്വേസ് ഓഫറിംഗ് വൈഡ് ഓപ്പൺനെസ് ബിഫോർ എൻട്രി. The story begins at the entrance gate itself. ഗേറ്റ് തുറന്നാൽ എന്താണ് ഉള്ളിൽ കാണാൻ പോകുന്നത്? ഇതിനുള്ള ഒരു വിഷ്വൽ കണക്ടിവിറ്റി കിട്ടുന്ന രീതിയിലാണ് ഗേറ്റും കോമ്പൗണ്ട് വാളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഷേപ്പും വശങ്ങളിലെ ചരിവും കളർ സ്കീമും കോമ്പൗണ്ട് വാളിലും ഗേറ്റിലും നെയിം ബോർഡിൽ വരെ പ്രതിഫലിക്കുന്ന രീതിയിലാണ് ഡിസൈൻ നരേറ്റീവ്. മെയിൻ സ്ട്രക്ചറിന് വൈറ്റ് കളർ പാലറ്റ് നൽകിയിരിക്കുന്നത് സമാധാനവും പരിശുദ്ധിയും മാത്രമല്ല, ഹീറ്റ് റിഫ്ലക്റ്റ് ചെയ്യുകയും ലൈറ്റ് എൻഹാൻസ് ചെയ്യുകയും ചെയ്യുന്നു. As we proceed through this natural stone paved pathway, the journey leads us to a spacious car porch. 2 കാറുകൾക്ക് ഇവിടെ യഥേഷ്ടം പാർക്ക് ചെയ്യാം. മോട്ടറൈസ്ഡ് റോളിംഗ് ഷട്ടർ കൊണ്ട് സെക്യൂർ ആക്കാവുന്ന 2 കാറുകളിടാവുന്ന സ്കെയിലിലുള്ള ഒരു ഗ്യാരേജും ഉണ്ട്. From this garage we can directly enter into family living. ബ്രോഡ് സ്റ്റെപ്സോട് കൂടിയ വിശാലമായ സിറ്റ് ഔട്ട്. ഈ സിറ്റ് ഔട്ടിന് ചുറ്റുമായി ഫ്ലവർ ട്രഞ്ച് കൊടുത്തിരിക്കുന്നത് ഭംഗി കൂട്ടുക മാത്രമല്ല, ഹാൻഡ് റെയിൽസിന് പകരമായും സിറ്റ് ഔട്ടിലിരിക്കുമ്പോൾ ഒരു പച്ചപ്പിൻ്റെ സ്ക്രീൻ പ്രതിനിധാനം ചെയ്യുകയും ഒരു പാർഷ്യൽ പ്രൈവസി കിട്ടുകയും ചെയ്യുന്നു. പൂർണ്ണമായും ടീക്വുഡിൽ തീർത്ത മെയിൻ ഡോർ, അതിന് ചുറ്റും നൽകിയിരിക്കുന്ന ഡെക്കറേറ്റീവ് പാനലിംഗ്, ഈ ഡബിൾ ഡോറും ചുറ്റുമുള്ള പാനലിംഗ് ചേരുമ്പോൾ ഫീലാകുന്ന വലിപ്പം അകത്തുള്ള ലക്ഷൂറിയസ് ഇന്റീരിയറിന്റെ ഒരു തുടക്കം മാത്രമാണ്. Stepping through this grand entrance door, we are welcomed into a generous foyer. വിശാലതയുടെ ഓപ്പൺനെസിന്റെ ആ ഡബിൾ ഹൈറ്റ് സ്പേസ് ഇവിടെ നിന്നും ആരംഭിക്കുന്നു. ഒരു ഡെഡിക്കേറ്റഡ് പ്രെയർ റൂം ഈ ഫോയറിന് വലതുവശത്തായി പ്ലാൻ ചെയ്തിരിക്കുന്നു. 7-8 പേർക്ക് സ്പേഷ്യസ് ആയി നിസ്കരിക്കാവുന്ന വലിപ്പം ഉള്ളതാണ് ഈ പ്രെയർ റൂം. പ്രെയർ റൂമിന് അടുത്ത് തന്നെയുള്ള കോർട്ട്യാർഡിൽ അബ്ലൂഷൻ ഉള്ള ഒരു അറേഞ്ച്മെന്റും ചെയ്തിട്ടുണ്ട്. From this foyer towards the left is formal living room. The elegant mix of vertical elements, layered chipboard and wooden decorative ceiling, ambient lighting, large windows, fixed glass opening towards internal courtyard, ഇതെല്ലാം ഫോർമൽ ലിവിങ്ങിന്റെ എടുത്തു പറയേണ്ട സവിശേഷതകളാണ്. ഈ വീടിൻ്റെ ഹൃദയഭാഗമാണ് ദ സെൻട്രൽ ഹാൾ. ഫാമിലി ലിവിംഗ്, ഡൈനിങ്, ദ സ്കൾപ്ചർഡ് സ്റ്റെയർകേസ് ആൻഡ് അപ്പർ ലിവിംഗ് ടുഗദർ യൂണിറ്റിംഗ് ദ മെയിൻ ഹാൾ. പല ലെവൽസിൽ ലിങ്ക് ചെയ്യുന്നതും വെർട്ടിക്കാലിറ്റിയുടെ അല്ലെങ്കിൽ വലിപ്പത്തിൻ്റെ ആ വോളിയം ഫീൽ നൽകുന്നതുമായ ഡബിൾ ഹൈറ്റിൻ്റെ കണ്ടിന്യൂവേഷൻ ഇവിടെ കാണാം. ഈ ഡബിൾ ഹൈറ്റ് സോണിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് അപ്പർ ലിവിംഗ്.
ഷാൻലിയേഴ്സ് ഹാങ്ങിങ് ഫ്രം ഡബിൾ ഹൈറ്റ് സീലിംഗ്, വെർട്ടിക്കൽ വുഡൻ വാൾ ഡെക്കറേഷൻസ്, ആർക്കിടെക്ചർ ലൈറ്റിംഗ് ഇവ വെർട്ടിക്കാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഡിസൈൻ ചെയ്തതാണ്. ഡൈനിങ് ഏരിയയിൽ നിന്നും ഗ്ലാസ് ഡോറുകൾ തുറന്ന് ഇറങ്ങാവുന്ന രീതിയിലുള്ള ഒരു ബാക്ക് സൈഡ് ഡെക്ക് സ്പേസ്. വളരെ സ്പേഷ്യസ് ആണ് ഇവിടം. ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ നടത്തുന്നതിനും മറ്റും അനുയോജ്യമായ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫ്ലോറും ബൗണ്ടറിയിലുള്ള ലൈവ് പ്ലാന്റുകളും വാം ലൈറ്റുകളും ഈവനിങ്ങുകൾ വൈബാക്കുന്ന രീതിയിലാണ് ഈ ഔട്ട്ഡോർ ഡെക്ക് സ്പേസിൻ്റെ ഡിസൈൻ. ഒരു വീടിൻ്റെ ഊർജ്ജ സ്രോതസ്സാണ് കിച്ചൺ. ഒരു ദിവസം പോലും മുടക്കമില്ലാതെ ദിവസവും പ്രവർത്തിക്കേണ്ട ഒരിടം. കിച്ചൻ്റെ ഡിസൈനിങ്ങിൽ മിസ്റ്റർ റഹീം മിസ്സിസ് ബുഷറ റഹീമിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. ബഡ്ജറ്റിൻ്റെ യാതൊരു കൺസ്ട്രെയിൻസും കിച്ചൻ്റെ കാര്യത്തിൽ നോക്കേണ്ടതില്ല എന്ന ഒരു സന്ദേശം നൽകിയതും എടുത്തു പറയേണ്ട ഒന്നാണ്. സാധാരണ സ്ത്രീകൾ ഒറ്റയ്ക്ക് നിന്നാണ് കിച്ചണിൽ വർക്ക് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ മിസ്സിസ് ബുഷറ റഹീമിൻ്റെ റിക്വയർമെൻറ്റ്സിൽ കിച്ചൺ ഐസൊലേറ്റ് ചെയ്ത് ചെറിയ ഒരു റൂം മാത്രമാകരുത്, മറിച്ച് ഒരു ഫാമിലി ഇൻറ്ററാക്ഷൻ സ്പേസ് ആക്കി മാറ്റണം. അതുകൊണ്ട് തന്നെ ഫാമിലി ഡൈനിങ് കിച്ചൻ്റെ ഭാഗമാക്കി. ഫങ്ഷനിങ് മാത്രമല്ല, എസ്തെറ്റിക്കിനും പ്രാധാന്യം നൽകി. സോഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെൻറ്റ്സ്, ലക്ഷറി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ്, എയർ കണ്ടീഷനിങ് ഇതെല്ലാം ഒരു മടുപ്പും കൂടാതെ എത്ര നേരം വേണമെങ്കിലും കിച്ചണിൽ സ്പെൻഡ് ചെയ്യാൻ തോന്നിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ നല്ലൊരു ഫാമിലി ഇൻറ്ററാക്ഷൻ സ്പേസായി മാറി കിച്ചൺ. നല്ല ഒരു വർക്കിംഗ് കിച്ചണും സ്റ്റോറും ബാക്ക് സൈഡ് വരാന്തയും അതിനോട് ചേർന്ന ഒരു യൂട്ടിലിറ്റി സ്പേസും കിച്ചൺ ബ്ലോക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നു. മാക്സിമം പ്രൈവസി കിട്ടാവുന്ന രീതിയിലാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പൊസിഷനിങ്ങും ഡോറും പ്ലാൻ ചെയ്തിരിക്കുന്നത്. വളരെ വിശാലമാണ് മാസ്റ്റർ ബെഡ്റൂം. കിങ് സൈസ് ബെഡ്, ബെഡിന് ഓപ്പോസിറ്റായി TV വാൾ, ചെറിയ ഒരു സ്റ്റഡി ടേബിൾ ആൻഡ് ചെയർ, കൂടാതെ ലോഞ്ച് സീറ്റിങ്ങും നൽകിയിട്ടുണ്ട്. കോട്ട് ഹെഡ് ബോർഡും സീലിംഗും കോണ്ടംപററി സ്റ്റൈലിൻ്റെ പ്രിൻസിപ്പിളിൽ നിന്നും വ്യതിചലിക്കാതെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. സ്പേഷ്യസ് ആണ് ഡ്രസ്സിംഗ് ഏരിയ. ഒരു വാക്ക്-ഇൻ ക്ലോസറ്റിൻ്റെ എല്ലാ സൗകര്യങ്ങളും നൽകിയിരിക്കുന്നു. സാധാരണ വാർഡ്രോബിന് പുറമെ ഒരു സെമി ട്രാൻസ്പെറൻറ്റ് വാർഡ്രോബും നൽകിയിട്ടുണ്ട്. കൂടാതെ വെരി ലാർജ് ഫുൾ സൈസ് മിറർ ഇവിടുത്തെ പ്രത്യേകതയാണ്. ഈ ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്ന് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കാം. ലെങ്ത് കൂടിയ വാഷ് കൗണ്ടറും ഡിസൈനർ മിററും നിഷുകളും വെറ്റ് ആൻഡ് ഡ്രൈ ഗ്ലാസ് പാർട്ടീഷൻസും ആർക്കിടെക്ചർ ലൈറ്റ്സും ലക്ഷറിയുടെ കണ്ടിന്യൂവേഷൻ ബാത്റൂമുകളിലേക്കും കൊണ്ടുവരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ പാരൻസിനു വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു ബെഡ്റൂം കൂടിയുണ്ട്. സിൽ ലെവൽ വിൻഡോ സീറ്റിംഗ്, മെഡിസിൻ വെക്കുന്നതിനുള്ള സ്ഥലങ്ങൾ, വാർഡ്രോബ്, വെറ്റ് ആൻഡ് ഡ്രൈ ടോയ്ലറ്റ് എന്നിവ ഈ ബെഡ്റൂമിൻ്റെ ഭാഗമാണ്. വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഗസ്റ്റ് ബെഡ്റൂം. ഗാരേജിൻ്റെ മുകളിലായി മിഡ് ലാൻഡിംഗ് ലെവലിലാണ് ഈ ബെഡ്റൂം പ്ലേസ് ചെയ്തിരിക്കുന്നത്.
ഫ്രണ്ട് യാർഡിലേക്ക് വ്യൂ കിട്ടുന്ന രീതിയിൽ കർട്ടൻ വാൾ കൊടുത്തിട്ടുണ്ട്. പ്രൈവസിക്കായി റോമൻ ബ്ലൈൻഡ്സും. ഈ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്കുള്ള വ്യൂ അതിമനോഹരം തന്നെ. കൂടാതെ വിൻഡോ ലെവൽ സീറ്റിംഗ്, ഡ്രസ്സിംഗ് ഏരിയ, അറ്റാച്ച്ഡ് വെറ്റ് ആൻഡ് ഡ്രൈ ടോയ്ലറ്റ്. ഇവിടെ നിന്നും വീണ്ടും സ്റ്റെപ്പ് കയറി ചെല്ലുന്ന മെയിൻ ഫ്ലോർ സ്ലാബ് ലെവലിലാണ് അപ്പർ ലിവിംഗ് ഏരിയ. മെയിൻ ഹാളിലെ ഡബിൾ ഹൈറ്റിൽ ഒരു ഫ്ലോട്ടിംഗ് ഫീലിൽ 4 സൈഡുകളും തൊടാതെ പില്ലറിലാണ് അപ്പർ ലിവിംഗ് നിലകൊള്ളുന്നത്. ഇവിടെ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലെ 2 ബെഡ്റൂമുകളിലേക്കുള്ള എൻട്രൻസ്. അധികം വ്യൂ കിട്ടാത്ത ഭാഗത്തായി അയണിങ്ങിനായുള്ള ഒരു ടേബിളും ക്ലോത്തുകളും മറ്റും വെക്കുന്നതിനായുള്ള കബോർഡുകളും ഉൾപ്പെടുത്തി ഒരു യൂട്ടിലിറ്റി ഏരിയയും കൊടുത്തിട്ടുണ്ട്. 2 മക്കളുടെയും ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ 2 ബെഡ്റൂമുകളും. എന്നാൽ ഇപ്പോഴത്തെ ആവശ്യങ്ങൾ മാത്രമല്ല, ഭാവിയിൽ ലൈഫ് പാർട്ണർക്കും ഷെയർ ചെയ്യാവുന്ന രീതിയിൽ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ വിശാലതയിൽ ആയിരിക്കണം ഈ 2 ബെഡ്റൂമുകളും എന്നത് മിസ്റ്റർ റഹീമിൻ്റെ നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു. അതുകൊണ്ട് തന്നെ വിശാലമായ ഡ്രസ്സിംഗ് ഏരിയയും ടോയ്ലറ്റും ഈ 2 ബെഡ്റൂമുകളുടെയും ഭാഗമാണ്. Behind every house is a story of collaboration. Architects, engineers, craftsmen, and the client wove their expertise, trust, and ideas together. മിസ്റ്റർ റഹീം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് വ്യക്തമായ ധാരണയോടെയാണ് ഞങ്ങളെ സമീപിച്ചത്. ഒരു ആർക്കിടെക്ചറൽ ഫേം എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് നല്ല ഒരു ഫോം നൽകുകയും എഞ്ചിനീയറിംഗ് സപ്പോർട്ട് നൽകുകയും സമയബന്ധിതമായി അനാവശ്യ ചെലവുകൾ വരാത്ത രീതിയിൽ ബഡ്ജറ്റ് ചെയ്ത് പണി തീർക്കുന്നതിനായുള്ള ഒരു പ്രൊഫഷണൽ അസിസ്റ്റൻസ് നൽകുകയുമാണ് ഞങ്ങൾ ചെയ്തത്. A client's dream is just like an unwritten poem, fragile, beautiful, and full of emotion. We as architects give words to that poem, colors to those emotions, and structure to that dream. We build not just houses, but living, breathing identities.